ശ്രീ കെ എസ് ശബരിനാഥ് തിരുവനന്തപുരം മേയറായി വരികയും ചെയ്യും. ഓക്കെ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥി, ഞാൻ പറയാതെ തന്നെ ഇപ്പൊ കേരളക്കാരെ മൊത്തം അറിയാം, വൈഷ്ണ സുരേഷാണ് ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത്. അപ്പോ മത്സര ചൂട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെ പോകുന്നു പ്രചരണ പരിപാടികൾ? വളരെ നന്നായി പോകുന്നു. കാരണം നമ്മൾ ഓൾമോസ്റ്റ് കുറച്ച് ഫ്രണ്ടിലാണ്. പിന്നെ നമുക്ക് കുറച്ച് ദിവസങ്ങൾ പോയിരുന്നു. അതൊന്നും തന്നെ നമ്മളെ ബാധിക്കുന്നില്ല എന്നുള്ള രീതിയിലേക്കാണ് നിലവിൽ പോകുന്നത്. വളരെ നന്നായി തന്നെ പോകുന്നു. നിയമ വിദ്യാർത്ഥിയാണ്, ടെക്കിയാണ്. അപ്പോ വിദ്യാഭ്യാസം ഇപ്പോൾ എങ്ങനെയാ അത്? വിദ്യാഭ്യാസം ഞാൻ നിയമ വിദ്യാർത്ഥിനിയാണ്. അപ്പോൾ അത് കോളേജിന്റെയും നമ്മുടെ കോളേജിന്റെ അഡ്മിനിസ്ട്രേഷൻ എല്ലാം ഭയങ്കര നല്ല ഹെൽപ്ഫുൾ ആണ്. കൂടെ പഠിക്കുന്ന ആൾക്കാരായാലും എല്ലാവരും ഭയങ്കര സഹായമാണ്. നല്ലൊരു സൈഡിലൂടെ പോകുന്നു, വലിയ പ്രശ്നങ്ങളൊന്നും. അപ്പോ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ നിന്ന് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തോട് കെ എസ് യുവിൽ പ്രവർത്തിച്ച ഒരു രീതി സഹായകരമായ, എളുപ്പമാണ്, ബുദ്ധിമുട്ടാണ്, എങ്ങനെയാണ്? അല്ല, ഞാൻ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ തന്നെ വരുന്ന ഒരാളാണ്. കെ എസ് നിലവിലുള്ള തിരുവനന്തപുരം ജില്ലാ വൈസ് പ്രസിഡന്റ് ആണ്. നമ്മൾ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ നിന്ന് വന്നതുകൊണ്ട് തന്നെ നമുക്ക് അത്രയും ആൾക്കാരിലേക്ക് നമ്മൾ പെട്ടെന്ന് ലിങ്ക് ആവുന്നുണ്ട് എന്നുള്ള കാര്യമാണ്. കാരണം നമുക്ക് സമൂഹത്തിലുള്ള എല്ലാ ആളുകളിലേക്കും പെട്ടെന്ന് എത്താനായി സാധിക്കുന്നുണ്ട്. എല്ലാവരും പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ഈ പറഞ്ഞ പോലെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ നിന്ന് വന്നതുകൊണ്ട് നമുക്ക് അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങൾ എല്ലാവർക്കും, എനിക്ക് മാത്രമല്ല വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ നിന്ന് വരുന്ന എല്ലാവർക്കും തന്നെ അതിൻ്റെതായിട്ടുള്ള പോസിറ്റിവിറ്റി ഉണ്ടെന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ കേരളത്തിൽ മൊത്തം വൈഷ്ണ സുരേഷ് എന്ന പേര്, അതിന്റെ കാരണം നമുക്കറിയാം. ഡിസംബർ 13 വരുന്ന ഒരു ഇലക്ഷന് മുമ്പ് തന്നെ ഒരു വിജയം കൈവരിച്ച ഒരാളാണ്. അതുകൊണ്ട് തന്നെ അത് എങ്ങനെ തോന്നുന്നു? അല്ല, വളരെ നല്ല പോസിറ്റിവിറ്റിയാണ്. ഞാൻ പറഞ്ഞ പോലെ നമ്മൾ വിജയിക്കും എന്നുള്ള പൂർണ്ണ പ്രതീക്ഷയിൽ തന്നെയാണ് നമ്മൾ ഈ മുന്നോട്ട് പോകുന്നത്. കാരണം 25 വർഷമായി LDF കയ്യിലിരിക്കുന്ന ഒരു സിറ്റിംഗ് സീറ്റ് കൂടിയാണ്. അവിടെ വിജയിക്കുക, അല്ലെങ്കിൽ അവിടെ നമുക്ക് സിറ്റിംഗ് സീറ്റ് നമുക്ക് പൊളിക്കാൻ കഴിയും. തീർച്ചയായും നമ്മൾ എന്തായാലും UDF ആ സിറ്റിംഗ് സീറ്റിനെ പൊളിക്കുകയും ചെയ്യും. തിരുവനന്തപുരം നഗരസഭ നമ്മൾ പിടിക്കും. ശ്രീ കെ എസ് ശബരിനാഥ് തിരുവനന്തപുരം മേയറായി വരികയും ചെയ്യും. ഓക്കെ. ശബരിനാഥ് സാർ ഉൾപ്പെടെ ഒരുപാട് പേര് വൈഷ്ണവിക്ക് സപ്പോർട്ടായിട്ട് വന്നിരുന്നു. പ്രമുഖരാണ്, അതായത് കോൺഗ്രസിന്, അതായത് പ്രമുഖരുടെ പേരാണ് ആദ്യം തന്നെ വന്നത്. ആര്യ രാജേന്ദ്രൻ ഉൾപ്പെടെയുള്ള പ്രമുഖരുടെ പേര്. അപ്പൊ അതിനൊരു മറുപടി എന്ന നിലയിൽ വൈഷ്ണവിക്ക് എന്താണ് പറയാനുള്ളത്? അല്ല, ഈ പറഞ്ഞ പോലെ ശബരി ചേട്ടനെ പോലൊരു വ്യക്തി, അദ്ദേഹം വളരെ വലിയൊരു പ്രശസ്തമായുള്ള ആളാണ്. അപ്പം അദ്ദേഹത്തിന്റെ മുൻ MLA ആണ്. അപ്പൊ അദ്ദേഹത്തിന്റെ കൂടെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം നേടുക എന്ന് പറയുന്നത് ഒരു 24 വയസ്സുകാരി എന്നുള്ള നിലയിൽ എനിക്ക് വളരെയധികം അഭിമാനിക്കാവുന്ന ഒരു നിമിഷം തന്നെയാണ്. മാത്രമല്ല, ഈ പറഞ്ഞ പോലെ എല്ലാവരും ഇപ്പൊ നമുക്ക് അങ്ങനെ ആരും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും തന്നെ നമ്മൾ വളരെ നന്നായിട്ട് അറിയാം. അപ്പൊ അങ്ങനെ ജനങ്ങളിൽ നിന്ന് കിട്ടുന്ന ഒരു പിന്തുണ, ഒരു സപ്പോർട്ട് നമുക്ക് നല്ലൊരു പ്രതീക്ഷയാണ് തരുന്നത്. വളരെ സന്തോഷമുണ്ട്. എതിർ കക്ഷികളിലായാലും സ്ഥാനാർത്ഥി വട്ടിക്കാർ MLA VK പ്രശാന്ത് സാർ ഉൾപ്പെടെയാണ് സ്ഥാനാർത്ഥികൾ കൊണ്ടുപോകുന്നത്. അപ്പോ അതൊരു ഭയമായിട്ട് കാണുന്നുണ്ട്. അതിൽ തന്നെ ഒരു വിജയം? അല്ല, അതൊക്കെ അവരുടെ പൊളിറ്റിക്കൽ സിനേറിയോസ് ആണ്. അതൊന്നും നമ്മൾ കൂടുതലായിട്ട് കമന്ററി പറയേണ്ട ആവശ്യമില്ല. അതൊക്കെ ഓരോ വ്യക്തികളും അല്ലെങ്കിൽ ഓരോ പാർട്ടി ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ്. അതൊന്നും ഈ ഒരു ലോക്കൽ ബോഡി ഇലക്ഷൻ സമയത്ത്, ഇപ്പം ഇലക്ഷൻ ഇങ്ങനെ നമുക്ക് എത്തി ഒരു 2 ആഴ്ച തികച്ചില്ലാത്ത സമയത്ത് നമ്മൾ അതിനെ കുറിച്ചൊരു കാര്യം പറയേണ്ട ആവശ്യമില്ല. നമ്മൾ എന്തായാലും വളരെ നന്നായി മുന്നോട്ട് പോകുന്നു. നമ്മുടെ കാര്യങ്ങളെല്ലാം സ്മൂത്തായി പോകുന്നുണ്ട്. നമ്മുടെ വർക്കെല്ലാം അതിഗംഭീരമായി തന്നെ മുന്നേക്ക് പോകുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു സന്തോഷത്തിലാണ് നമ്മൾ. ആ ഒരു സാഹചര്യത്തിൽ ഉണ്ടായിരുന്ന ഒരു അവസ്ഥ അതെങ്ങനെയായിരുന്നു? മറികടന്നപ്പോൾ എങ്ങനെയായിരുന്നു? അതിപ്പം മറികടക്കുക എന്ന് പറയുന്നത് നമുക്ക് പാർട്ടി പിന്തുണ, നമ്മുടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ആയാലും, നമ്മുടെ ഹൈക്കോടതി സീനിയർ ലോയർ ജോർജ് പൂന്തോട്ടം സാർ ആയാലും, മൃദുലേട്ടനായാലും നമുക്ക് തന്നൊരു സപ്പോർട്ട് ഉണ്ട്. ആ സപ്പോർട്ടിന്റെ ഭാഗമായി വന്നൊരു കാര്യം. ഓക്കെ. അപ്പൊ മുട്ടട വാർഡില് എന്തെങ്കിലും കുറവുണ്ട്? അതെന്താണ്? കുറവുകൾ ഒരുപാടുണ്ട്. അതൊക്കെ സാധാരണക്കാരിലേക്ക് തന്നെ എത്തി നിൽക്കുന്ന ഒരു കാര്യമാണ്. അവരുടെ അഭിപ്രായങ്ങൾ അനുസരിച്ച് അവർക്ക് എന്താണ് ചെയ്യാൻ പറ്റും നമ്മൾ ചെയ്യും. ഇപ്പൊ ജനങ്ങളിലേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും, തെരഞ്ഞെടുപ്പിന് പോകുമ്പോൾ ജനങ്ങളിൽ നിന്നുള്ള എന്തൊക്കെ കാര്യങ്ങളായിരിക്കും അവർ പറയുന്നത്? അതൊക്കെ ഓരോ ആൾക്കാരെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും, ഓരോ വ്യക്തികളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ്. അവരുടെ ഇഷ്ടാനുസരണം അവരുടെ അഭിപ്രായങ്ങൾ, അവരുടെ പരാതികളും കേട്ട് അവർക്ക് എന്താണ് ആവശ്യം നമ്മൾ ചെയ്യും. മുട്ടട വാർഡിലെ LDF സീറ്റ് തകർത്ത് തീർച്ചയായും ഇത്തവണ എന്തായാലും തകർക്കും. ശരി, താങ്ക് യു.